ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ പൈലറ്റ് അടക്കം 7 പേർ മരിച്ചു. കേദാർനാഥിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:20ഓടെയായിരുന്നു അപകടം. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ തീർത്ഥാടകരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപകടം AAIB അന്വേഷിക്കും. ഇന്ന് പുലർച്ചെ 5:20 രാജ്യത്തെ നടുക്കിയ ഹെലികോപ്റ്റർ ദുരന്തമുണ്ടായത്. പറന്നുയർന്ന് അല്പസമയത്തിനകം ബെൽ 407 മോഡൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഡെറാഡൂണിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ഗൗരികുണ്ടിനും ത്രിയുഗി നാരായണിനുമിടയിലുള്ള വനമേഖലയിലാണ് തകർന്നു വീണത്. പൈലറ്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും അപകടത്തിൽ മരിച്ചു. പ്രതികൂല കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രകൃതിയുമാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹെലികോപ്റ്റർ. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉത്തരാഖണ്ഡ് പോലീസും ദുരന്ത നിവാരണ സേനയും അപകടസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മഴയും മഞ്ഞുവീഴ്ചയും വിലങ്ങുതടിയായി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അപകടത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കേദാർനാഥിലുണ്ടായ ഹെലികോപ്റ്റർ ദുരന്തം ഹൃദയഭേദകമെന്ന് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. അപകടത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. രക്ഷാപ്രവർത്തനവും അപകട സാധ്യതയും കണക്കിലെടുത്ത് താൽക്കാലികമായി ഹെലികോപ്റ്റർ സർവീസ് നിർത്തലാക്കിയതായി സിവിൽ ഏവിയേഷൻ വികസന വിഭാഗം അറിയിച്ചു. ഗൗരികുണ്ടിൽ നിന്ന് അപകടകരമായ ട്രക്കിംഗ് പാതയിലൂടെയാണ് സാധാരണ എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കേദാർനാഥ് ക്ഷേത്രത്തിലെത്തുന്നത്. ഹെലികോപ്റ്റർ സർവീസുകളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.